ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടയർ പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ടയർ പത്തിരി എന്ന് പറയുന്നത് കുറ്റ്യാടി, നാദാപുരം, മായഞ്ചേരി ആ ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ റൊട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ടയർ പത്തിരി ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ടയർ പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങലരി കുതിർത്തി വെക്കണം ചൂടുവെള്ളത്തിൽ കേട്ടോ. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. നമ്മൾ ഏതാണോ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി, പൊന്നിയോ കുറുവയോ അല്ലെങ്കിൽ റേഷൻ അരിയോ ഏത് അരിയായാലും കുഴപ്പമില്ല, പുഴുങ്ങലരി ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് പൊതിർത്തേണ്ടത് കേട്ടോ. നമ്മൾ ഓവർനൈറ്റ് പൊതിർത്തിയാൽ അത്രയും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ പൊതിർത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വിരലിടാൻ പറ്റണം. പെട്ടെന്ന് എടുക്കാം, പക്ഷെ വിരലിങ്ങനെ ഒന്ന് തൊട്ട് വെക്കാൻ വേണ്ടി പറ്റണം. എന്ന് വെച്ചാൽ തിള വരാൻ പാടില്ല. തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അരി അതിലിട്ട് വെച്ചിട്ട് മൂടി ഇറക്കി വെച്ചാൽ മതി. എന്നിട്ടൊരു 4-5 മണിക്കൂർ മിനിമം നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ പൊതിർത്തിയെടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് പാകത്തിലായി കിട്ടുക. വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ അത് അരിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. ഇതിന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം നല്ല കട്ടി തന്നെ അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ വല്ലാണ്ട് ലൂസായി പോയാൽ അരഞ്ഞ് കിട്ടാൻ പണിയാണ്. അപ്പം കുറച്ച് ടൈറ്റായിട്ട് അരക്കലാണ് നല്ലത്. ടൈറ്റായിട്ട് ആകുന്ന സമയത്ത് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. തീരെ അരിമണിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യത്തെ കുറച്ച് അധികം കട്ടിയായി പോയിക്കണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ അത് കറക്റ്റ് പാകത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫുള്ളും അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുത്തതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒറോട്ടിപ്പൊടിയാണ് എടുക്കുന്നത്. ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് ഞങ്ങളെ ആ ഭാഗത്തേക്കുള്ള കണ്ണൂർ ഒറോട്ടിപ്പൊടിയല്ല കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ പുഴുങ്ങലരി മാത്രമാണ്. കണ്ണൂരുള്ള ഭാഗത്തേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പച്ചരിയും കൂടെ കൂട്ടും. അപ്പോൾ ഇതിൽ പച്ചരി കൂട്ടിയിട്ടില്ല. ഇത് പുഴുങ്ങലരി മാത്രമാണ്. ഈ പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ പുഴുങ്ങലരിൻ്റെ പൊടി നിങ്ങളടുത്ത് കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഈ ഒരു അരച്ച മാവില്ല, അതൊരു തോർത്തുമുണ്ടിലോ കോട്ടൺ തുണിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ അതിലുള്ള എക്സ്ട്രാ വെള്ളം ആ ഒരു തുണി അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അത് നമ്മൾ ഈ പൊടി കൂട്ടി കുഴച്ച പോലെ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും. വെള്ളം മുഴുവനും ആ ഒരു തുണി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒന്നുകിൽ ആ മെത്തേഡിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക. നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടി ഷേപ്പാക്കാൻ വേണ്ടി പറ്റണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനിയിപ്പം ഈ ഒരു ടയർ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചട്ടിയാണ് കേട്ടോ. ഈ ചട്ടി ഞാൻ സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുതിയ ഫ്രണ്ടാണ് ഇപ്പം ജുമി. അപ്പോൾ ജുമി യാസിർ, ജുമിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കടം വാങ്ങി കൊണ്ടുവന്നതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ സ്പെഷ്യൽ ചട്ടിയാണിത്. ഇത് ടയർ പത്തിരി ഉണ്ടാക്കുന്ന ചട്ടി കേട്ടോ. വേറെ രീതിയിലുള്ളൊരു ചട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു കുറച്ച് ഹൈറ്റുള്ളൊരു ചട്ടിയും കാണലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്തിരി ചട്ടിയായിട്ട് കുറച്ച് സാമ്യമുള്ള ഒരു ചട്ടി. അപ്പോൾ ഒരു കുറ്റ്യാടി ആയതുകൊണ്ട് അവർക്ക് സ്ഥിരം വേണമല്ലോ ഈ ഒരു ചട്ടി എന്ന് പറയുന്നത്. പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ ഈ ഒരു ചട്ടിയിൽ 2-3 ചട്ടി ഒന്നിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള എൻ്റെ ഭാഗത്തേക്കുള്ള നമ്മളെ പത്തിരി ചട്ടി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഴി ഉണ്ടാവും. ഇങ്ങനെ പരന്നിട്ടല്ല ഉണ്ടാവുക, ചെറുതായിട്ടൊരു കുഴി ഉണ്ടാവും. ഇതിൽ നമ്മൾ പത്തിരിയും ചുടും, അതുപോലെ തന്നെ ഓട്ടട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതും ചുടാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ടയർ പത്തിരിൻ്റെ ചട്ടി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു പരന്നിട്ടാണ് ഇതുള്ളത്, മണ്ണുകൊണ്ടുണ്ടാക്കിയ ചട്ടി. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട നിർബന്ധമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ വാഴൻ്റെ ഇലയാണ്. അപ്പോൾ ഞാനിങ്ങനെ പീസാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു വാഴൻ്റെ ഇലയിലാണ് ഈ ഒരു ടയർ പത്തിരി ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് വലിയ ഉരുളായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ ഒറോട്ടി ഉണ്ടാക്കുന്ന പോലെയല്ല. ഒരു 3-4 ഒറോട്ടിക്കുള്ള മാവ് വേണം ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒറോട്ടിൻ്റെ ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാവും. അത്രയും പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് ഷേപ്പാക്കി നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ പരത്തുക. അപ്പോൾ നല്ല വലിയ സൈസാണ്. ഇതൊന്നും നിന്നാൽ മതിയാവും കേട്ടോ ഒരാൾക്ക്. അങ്ങനത്തെ ഒരു സൈസിലുള്ള നല്ലത്. ഇപ്പം പിന്നെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാഴൻ്റെ ഇല എടുക്കുക. അതിൽ ഡയറക്റ്റ് ഇതങ്ങ് വെച്ച് കൊടുക്കുക. വാഴൻ്റെ ഇലയിൽ എണ്ണ പുരട്ടുകയൊന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്താനേ പാടുള്ളൂ, ഒരുപാടങ്ങ് പരത്താൻ പാടില്ല. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് ഇതിൻ്റെ തടി വേണ്ടി കേട്ടോ. ആ ഒരു വിരലിൻ്റെ തടി നോക്കിയാൽ മതി നിങ്ങൾ. ആ ഒരു നീളം ഞാൻ കാണിച്ചു തരാം. ആ 1 ഇഞ്ച് തടിയിലാണ് നമ്മൾ ഈ ഒരു ടയർ പത്തിരി പരത്തിയെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ തടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൈ വെച്ചിട്ടതാ 1 ഇഞ്ചിൻ്റെ തടി ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടയർ പത്തിരിക്ക് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് അടുത്ത ഒരു വാഴൻ്റെ ഇല ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ആ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ചെറുതാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു ടയർ പത്തിരി ഇല്ല, അത് 2 ഭാഗവും വാഴൻ്റെ ഇല വെച്ച് മൂടിയതിൻ്റെ ശേഷം ആ ഒരു വാഴൻ്റെ ഇലയോട് കൂടിയാണ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് മണ്ണോണ്ട് ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനത്തെ ഒരു മൂടി ഉണ്ടാവും. ആ ഒരു മൂടി വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നു നോക്കുക.
അപ്പോൾ ആ ഒരു വാഴൻ്റെ ഇല വാടിയ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക ഇത് തിരിച്ചിടാൻ സമയമായി എന്നുള്ളത്. ഇനിയിപ്പോൾ അത് ആ ഒരു അടിയിൽ വെച്ച വാഴൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നത്. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ പിന്നെ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ട് ഭാഗത്തുള്ള നമ്മൾ ആ ഒരു വാഴൻ്റെ ഇലയും നന്നായിട്ട് വാടി ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പോൾ ഈ പത്തിരി പുറം ഭാഗം നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കൂല. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ഇലയും മാറ്റിയിട്ട് ഡയറക്റ്റ് നമ്മളിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഇല മാറ്റിയിട്ട് ഡയറക്റ്റ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് ഒട്ടിപ്പിടിക്കൂല, കാരണം പുറം ഭാഗം ആ ഒരു വാഴൻ്റെ ഇല കിടന്ന് വെന്തതാണ്. ഇനി മൂടി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇടും കേട്ടോ. അത് നമ്മൾ സാധാരണ ഒരു പത്തിൽ ചുടുന്ന പോലെയല്ല, രണ്ട് മറിച്ചിടൽ അല്ലെ 3 മറിച്ചിടൽ മതി എന്ന് പറയുന്ന പോലെയല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിടണം. കാരണം ഇത് കുറച്ച് തടിയിലുള്ളതായതുകൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ മാറ്റി പിന്നെ ഞാൻ തുറന്നാണ്. രണ്ട് ഭാഗവും ഇതേപോലെ കവർ ചെയ്ത് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടി എടുക്കേണ്ടത് കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് ഡ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിത് ഉരുട്ടി വേവിച്ചെടുക്കേണ്ടത്. ഉരുട്ടി വേവിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉരുട്ടൽ എന്നുള്ള. ആ ഉരുട്ടൽ കൊണ്ടായിരിക്കും ഇതിനൊരു ടയർ പത്തിരി എന്നുള്ള പേര് വന്നത് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ട് ഇത് വെന്ത് വരും. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഈ ഒരു പൊള്ളിച്ച് വരിക എന്ന് പറയില്ല, നമ്മൾ ഈ പത്തിരി ഒന്ന് പൊള്ളിച്ച് വരികയും ചെയ്യും ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത്. അപ്പോൾ അത് ഓരോ ഭാഗവും ഇതേപോലെ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ, എന്നാലാണ് നല്ലപോലെ വെന്ത് വരിക. അപ്പോൾ നന്നായിട്ട് ഉരുട്ടി ഓരോ ഭാഗവും നമ്മളിത് ടയർ പോലെ ഉരുട്ടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാ ഭാഗവും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ നന്നായിട്ട് പൊള്ളി വരുന്നത്. അപ്പോൾ അത് വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പൊള്ളി വന്നാൽ അത് വെന്ത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രസ് ചെയ്ത് നോക്കുക അത് വരുന്നുണ്ടോ എന്നുള്ള. പിന്നെ ഒന്നും കൂടി ഇതാ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം നമുക്ക് ഇതിങ്ങനെ പൊള്ളിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു തടിയിലാണ് ഇത് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഉരുട്ടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ടയർ പത്തിരി ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് കല്ലിൽ നിന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു ഓട്ടിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഞാൻ സ്പീഡാക്കി കാണിച്ചു തരാം. രണ്ടാമത്തേതാണിത്. ഇതും ഞാൻ ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇലയോട് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉരുട്ടി വേവിച്ചെടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള പത്തിലാണിത്. അപ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും ഇതിങ്ങനെ. ഈ ശീലമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചൂടോടുകൂടി ഇതിങ്ങനെ ഉരുട്ടിയെടുക്കൽ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉരുട്ടി എടുക്കുക. ഉണ്ടാ നന്നായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്താണ് കേട്ടോ. പൊള്ളിയാൽ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വെന്ത് എന്നുള്ളത്. ഇനി ഇത് എടുക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള മൊത്തം ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ചുട്ട ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെയ്യില്ല, നമ്മളെ പശു നെയ്യ്, അതിൻ്റെ ഈ ഒരു മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. രണ്ട് ഭാഗത്തും ഇങ്ങനെ പശു നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ അതേ മൊത്തത്തിൽ അത് ചുട്ടെടുത്തതാണ് ഇത്. ആ ഒരു അരി കൊണ്ട് മൊത്തം ചുട്ടെടുത്ത ടയർ പത്തിരിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഒറോട്ടിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ടേസ്റ്റ്. ഇങ്ങനെ വെറുതെ കഴിച്ചപ്പം തന്നെ നമുക്ക് കറി ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. നോൺ വെജിൻ്റെ കറിയോ അല്ല മുട്ടക്കറിയോ അതൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു ടയർ പത്തിരി അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ കാണിച്ചു തന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫേമസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിൻ ഇതാണ്. നമ്മൾ നാദാപുരം, കുറ്റ്യാടി, അഞ്ചേരി, അതുപോലെ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയൊക്കെ ഈ ഒരു ടയർ പത്തിരി ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒറിജിൻ അവിടേക്കാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതുകൊണ്ടാവും ഈ പുറംഭാഗമൊക്കെ നമ്മൾ നെയ്യ് വരട്ടിയോണ്ടാണ് ഇങ്ങനെ പുറംഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. നന്നായിട്ട് വേവുകയും ചെയ്യും. സംശയം ഉണ്ടാവും എല്ലാവർക്കും, ഇത്രയും തടിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഉൾഭാഗമൊക്കെ വെന്തിട്ട് കിട്ടുമോ എന്നുള്ള. അതാണ് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചിരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. വെറുതെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനൊന്നും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.